ഒപ്പം കൊണ്ട് നടന്ന് കൂടെ കൂടെ കൊണ്ട് നടന്ന് കയ്യും പിടിച്ച് നടന്ന ഒരു പാവപ്പെട്ടൊരു പെൺകുട്ടിനെ കോഴിക്കോട് എരത്തൂര് വിളിച്ചേറ്റി വിളിച്ചേറ്റി 16 വയസ്സുള്ള 14 കുട്ടിയായ സമയത്ത് വരെ ഇവൻ പ്രമേയിച്ചു ആ പെൺകുട്ടിനെ പ്രമേയിച്ചു. അല്ലെങ്കിൽ അയാളെ ഭാര്യ ആരെയെന്ന് കണ്ടപ്പോ ഈ കുട്ടീനെ കൊലപ്പെടുത്തി കളയാണ് അയാൾ ചെയ്തത്. അയാൾക്ക് നല്ല വയസ്സുണ്ട്. അയാളെ ഒരു ഗുണ്ടയാണ്. കണ്ടയാളറിയാം അയാൾ ഗുണ്ടയാണ്. നമുക്ക് അയാൾ ഗുണ്ട തന്നെയാണ്. ആള് ഗുണ്ടയാണ്. നമ്മളെ വീട് കാണുന്ന ആൾക്കാർ മനസ്സിലാക്കും അത് ഗുണ്ട തന്നെയാണ്. ലഹരി മയക്കേറിന് കഞ്ചാവൊക്കെ അടിച്ചാണ്. നമുക്ക് ഒന്ന് കേട്ടു വെക്കാം. ആത്മഹത്യയല്ല കൊലപാതകം എന്നുള്ള വാർത്ത നേരത്തെ നമ്മൾ നൽകിയിരുന്നു. ഇപ്പോൾ പ്രതിയുടെ ദൃശ്യങ്ങൾ ലഭ്യമായിട്ടുണ്ട്. ആത്മഹത്യ ചെയ്യാൻ വിളിച്ചു വരുത്തി കൊല്ലുകയായിരുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വന്നത്. CCTV കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പോലീസ് ഇത്തരം ഒരു നിഗമനത്തിലേക്ക് എത്തിയത്. നേരത്തെ ആത്മഹത്യ എന്ന രീതിയിൽ തന്നെയായിരുന്നു പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള അന്വേഷണമൊക്കെ പുരോഗമിച്ചുകൊണ്ടിരുന്നത്. യുവതിയുടെ സുഹൃത്തായ വൈശാഖാണ് പോലീസിന്റെ പിടിയിലായത്. വൈശാഖിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ക്രൂരമായ കാര്യം, ഈ കൊലയ്ക്ക് ശേഷം യുവതിയെ ഇയാൾ പീഡിപ്പിച്ചിരുന്നു എന്നുള്ള കാര്യം കൂടി പോലീസ് പറയുന്നുണ്ട്. അതെ, ഈ പറനാറിനെ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? എല്ലാരും ഇപ്പോ അറിഞ്ഞ ചെയ്തിക്കൊണ്ടാണ്. ഈ പറനാറിക്ക് തിന്നാൻ കൊടുത്ത് പോയിട്ട് കാര്യമില്ല. ഈ പറനായിന്റെ മോന തിന്നാൻ കൊടുത്ത് കാര്യമില്ല. ഈ പന്നിന്റെ മോൻ ഇവരൊക്കെ ജനങ്ങളെ കയ്യിൽ കൊടുക്കണം, ജനങ്ങൾക്ക് വിട്ടു കൊടുക്കണം. അല്ലെങ്കിൽ ഇവനൊക്കെ പേപ്പട്ടികൾ ഇട്ട് കൊടുക്കണം. പേപ്പട്ടികൾ കടിച്ചിടണം. പേപ്പട്ടികൾ കടിച്ചിടണം. ഈ ചെറിയ കുട്ടികളൊക്കെയാണ് പേപ്പട്ടികൾ കടിച്ചുന്നത്. ഇവനൊക്കെയാണ് തിന്നേണ്ടത്. ഈ പറനാറിന ഇട്ടുകൊടുക്കണം. എന്താ ഈ പറനാറി കാണിച്ചത്? ആ കുട്ടിനെ വിളിച്ചു കയറ്റി അവിടെ വെച്ച് ക്രൂരമായി കൊല്ലുക ചെയ്തത്. അതെ, കൗത്തിൽ കയറിട്ട് മുറുക്കി കൊന്നുകയാണ്. അതെ, എന്താണിത് കാരണം? ഈ പറച്ചേറ്റയുടെ വണ്ടി കയറുന്നു. വിശദാംശങ്ങൾ ദീപ ഹരികൃത നൽകും. ദീപ, ഈ ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ട എന്തൊക്കെ വിവരങ്ങളാണ് പുറത്തു വരുന്നത്?